രാത്രി ഭയങ്കര ഭംഗിയാണ്. രാത്രി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ആംബിയന്റ് ലൈറ്റിംഗ് എല്ലാം വളരെ ഭംഗിയായിട്ട് വേണ്ടി ഇവിടെ ഒരു R-Line ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഈ വാഹനം അല്ലെങ്കിൽ ഈ ഒരു എഞ്ചിൻ നൽകുന്ന പവർ എന്ന് പറഞ്ഞാൽ 204 PS പവറും 320 Nm ടോർക്കുമാണ്. Volkswagen അവരുടെ സ്പോർട്ടിയർ വേർഷൻ ടിഗ്വാൻ R-Lineുമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണ്. മലയാളത്തിൽ തന്നെ ഇത് എക്സ്ക്ലൂസീവ് ആയിരിക്കും ഈ ഒരു ടിഗ്വാൻ R-Lineൻ്റെ ഒരു ഡ്രൈവ്, ഒരു മീഡിയ ഡ്രൈവ്. സോ എന്താണെങ്കിലും ഞാനിപ്പോൾ ഒരു ഐക്കോണിക് ഡ്രൈവിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ജയ്പൂർ ഉള്ളത്. ഈ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്നാണ്. ഇത് എൻഡ് ചെയ്യാൻ പോകുന്ന ഇന്ത്യ ഗേറ്റിലാണ്. സോ ഒരുപാട് ഐക്കോണിക് സ്ഥലങ്ങളിലൂടെ കടന്നിട്ടാണ് ഈ ഒരു വാഹനത്തിൻ്റെ മീഡിയ ഡ്രൈവ് നടക്കുന്നത്. എന്താണെങ്കിലും വെൽക്കം ടു അവർ ഷോ. ഈ ഒരു വാഹനത്തിൻ്റെ കംപ്ലീറ്റ് ഡ്രൈവ് റിവ്യൂ ആയിരിക്കും നിങ്ങളിന്ന് കാണുന്നത്. ടിഗ്വാൻ ആദ്യമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ വന്നത് 2017 ഒരു ഡീസൽ വേർഷനായിട്ടാണ് വന്നത്. അതിനുശേഷം ഓൾ സ്പേസ് വന്നു, ടിഗ്വാൻ പെട്രോൾ വേർഷൻ വന്നു 2021. ഇതെല്ലാം വന്നു. അതിനുശേഷം ഇപ്പോൾ തേർഡ് ജനറേഷൻ ടിഗ്വാനാണ് ഗ്ലോബലി ഉള്ളത്. അതിൻ്റെ ഒരു R-Line വേർഷനാണ് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നത്. അതിൻ്റെ മെയിൻ റീസൺ ഇന്ത്യൻ മാർക്കറ്റ് സ്പോർട്ടിയർ വേർഷൻസ് ഇഷ്ടപ്പെടുന്ന ഒരു മാർക്കറ്റാണ്. നമ്മൾ GT-ആയാലും എല്ലാം അത് കണ്ടതാണ്. ദാറ്റ്സ് വൈ ടിഗ്വാൻ R-Line ആയിരിക്കും ഒരു ഏക വേരിയൻറ്റ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്ന ഈ ഒരു തേർഡ് ജനറേഷൻ്റെ. ഈ ഒരു ഡ്രൈവിൽ ഐക്കോണിക് എന്ന് പറയുന്ന വേർഡ് ഒരുപാട് കേട്ടു. അതിൻ്റെ റീസൺ ഈ ഒരു ഐക്കോണിക് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ഫിനാൻഷ്യൽ ക്യാപിറ്റലായ ബോംബെന്ന് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സൂറത്ത് ടു വഡോദര ടു ഉദയ്പൂർ ടു ജയ്പൂർ, അതുപോലെ തന്നെ ജയ്പൂർ നിന്ന് ഇന്ത്യ ഗേറ്റിലേക്കുമാണ് നമ്മുടെ ഈ ഹോൾ ഡ്രൈവ് വരുന്നത്. സോ ഒരു ഐക്കോണിക് ഡ്രൈവ് അല്ലെങ്കിൽ ഒരു റെക്കോർഡ് ബ്രേക്കിംഗ് ഡ്രൈവിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അതിൻ്റെ റീസൺ ഒരു കോൺവോയ് ആയിട്ട് ഫാസ്റ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഫ്രം ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ടു ഇന്ത്യ ഗേറ്റ് റീച്ച് ചെയ്യുന്ന ഒരു റെക്കോർഡ് ബ്രേക്കിംഗ് ഒരു ഡ്രൈവും കൂടി ആയിരിക്കും ഇത്. എന്താണെങ്കിലും ടിഗ്വാൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഹോൾ ഡ്രൈവിൻ്റെ എക്സ്പീരിയൻസ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും സാധാരണയുള്ളൊരു മീഡിയ ഡ്രൈവിൽ നിന്ന്. അതുപോലെ തന്നെ എൻ്റെ ഡിസൈൻ ആണെങ്കിലും പഴയതിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഇതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ ഇതിനെ പങ്കെടുത്ത എല്ലാ മീഡിയക്കാരെ സംബന്ധിച്ചിടത്തോളം. ബിക്കോസ് ഇതൊരു ഐക്കോണിക് ഡ്രൈവ് തന്നെ ആയിരിക്കും എന്നെനിക്ക് വിശ്വാസമാണ്. സോ നമുക്ക് ഡ്രൈവിലേക്ക് കിടക്കാം. പുതിയ ഈ ടിഗ്വാൻ R-Line എനിക്ക് ഫസ്റ്റ് ഇംപ്രഷൻ വന്നതിൻ്റെ ഡിസൈനിൽ വന്നിരിക്കുന്ന വ്യത്യാസങ്ങൾ ഡെഫിനറ്റ്ലി ഇംപ്രസീവ് ആണ്. കാരണം നമുക്ക് ടിപ്പിക്കൽ ഒരു Volkswagen ഒരു ഫ്രണ്ട് ആയിരുന്നു അല്ലെങ്കിൽ ഗ്രില്ലായിരുന്നു നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു, സ്ലാറ്റ്സ് ഒക്കെ ആയിട്ട്. ഇപ്പോൾ സ്ലാറ്റ്സിന് മാറിയിട്ട് അകത്ത് നമുക്ക് സ്ലാറ്റ്സ് പോലെ ചെറിയ സ്മോൾ സ്ലാറ്റ്സ് കാണും, പക്ഷെ അത് കവേർഡ് ഒരു ഗ്ലാസ് കവറിങ് വന്നിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് ഡിഫറെൻറ്റ്. അത് പുതിയ ജനറേഷൻ അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ Volkswagenൻ്റെ വാഹനങ്ങളെല്ലാം ഇങ്ങനെയാണ്. നമ്മൾ പല വാഹനങ്ങളും കണ്ടിട്ടുണ്ട്, പുറത്തൊക്കെയുള്ള വാഹനങ്ങൾ Volkswagen. സോ അതിലേക്ക് ടിഗ്വാൻ്റെ ഫേസ് മാറ്റിയിരിക്കുകയാണ്. അതുപോലെ തന്നെ R-Lineൻ്റെ എന്ന് പറയുന്ന ബാജിങ് ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് ടു ഹെഡ്ലൈറ്റ് കണക്ട് ചെയ്യുന്ന ഒരു ഇലൂമിനേഷൻ അല്ലെങ്കിൽ ഒരു LED സ്ട്രിപ്പും നൽകിയിട്ടുണ്ട്. സോ ഫ്രണ്ട് നോക്കുമ്പോൾ അതാണ് നമുക്ക് വളരെ പ്രോമിനൻ്റ് ആയിട്ട് കാണുന്നത്. പിന്നെ വരുന്നത് അതിൻ്റെ ഹോൾ ഹ്യൂജ് ബമ്പർ ആണ്. അതിൻ്റെ ഒരു ഗ്രിൽ സെറ്റപ്പ് ബമ്പർ തന്നെ വരുന്നത്. അതിനകത്ത് ഹണികോംബ് നമുക്ക് എയർ ഇൻടേക്സ് വരുന്നുണ്ട്. അതുപോലെ താഴെയാണെങ്കിലും വളരെ വലിയ എയർ ഇൻടേക്ക് വരുന്നുണ്ട്. സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു എയർ ഇൻടേക്കിൻ്റെ അല്ലെങ്കിൽ എയർ കർട്ടൻ്റെ സ്പേസ് ആണ്. ദാറ്റ്സ് ഓൾസോ ബിഗ്. സോ ബമ്പർ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് മാറി ഒരു R-Lineൻ്റെ ഡിസൈനിലേക്ക് ബമ്പർ വന്നിരിക്കുകയാണ്. സോ ഫ്രണ്ട് ലുക്സ് റിയലി നൈസ്. ഇതിൻ്റെ ഡയമെൻഷൻ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ലെങ്ത്തിലാണ് കുറച്ച് ഒരു കൂടുതൽ വന്നിരിക്കുന്നത്. ഒരു 38 mm ലെങ്ത്തിൽ കൂടിയിട്ടുണ്ട്. വേറെ വ്യത്യാസങ്ങളൊന്നും നമുക്ക് വലുതായിട്ട് വന്നിട്ടില്ല. പിന്നെ വരുന്നതിൻ്റെ സൈഡിലേക്ക് നോക്കുമ്പോൾ ഉള്ള വീലിൻ്റെ സൈസാണ് 19 ഇഞ്ച് വീൽസാണ് നമുക്ക് വരുന്നത്. 19 ഇഞ്ച് വീൽസിനോടൊപ്പം നമുക്ക് അലോയ് വീൽ ഡിസൈനും പുതിയ ഡെഫിനറ്റ് ഒരു R-Line സ്റ്റൈലിങ്ങിൽ തന്നെ നമുക്ക് വളരെ സ്പോട്ടിയർ ആയിട്ടുള്ള സ്റ്റൈലിംഗ് നമുക്ക് വീൽസ് വന്നിട്ടുണ്ട്. ഒരു സിൽവർ ബ്ലാക്ക് കോമ്പിനേഷനിൽ വന്നിട്ടുണ്ട്. സൈഡ് ഡോറിലും നമുക്ക് R-Lineൻ്റെ R-ൻ്റെ ബാജിങ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിൻഡോ ലൈൻ നമുക്ക് കിട്ടുന്ന ഷോൾഡർ ലൈനും വിൻഡോ ലൈനും നമുക്ക് കിട്ടുന്ന ഈ വിൻഡോ ലൈൻ നമുക്കൊരു ക്രോം ഫിനിഷ് കിട്ടുന്നുണ്ട്. റൂഫ് റെയിൽ നമുക്കൊരു സിൽവർ ഫിനിഷിലുള്ള റൂഫ് റെയിൽ വന്നിട്ടുണ്ട്. മുകളിൽ തന്നെ നമുക്ക് ഷാർക്ക് ഫിനാനിൻ്റെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഗ്ലാസിൻ്റെ ഏരിയയിൽ നമുക്കൊരു ക്വാർട്ടർ ഗ്ലാസ് വന്നിട്ടുണ്ട്. വളരെ സീംലെസ് ആയിട്ട് വന്നിരിക്കുന്ന, ഇടയ്ക്ക് പില്ലറൊന്നും നൽകാതെ തന്നെ ഒരു ക്വാർട്ടർ ഗ്ലാസിൻ്റെ ഡിസൈൻ വന്നിട്ടുണ്ട്. സോ ദാറ്റ് ലുക്സ് നൈസ്. റിയറിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്പോയിലർ ഷാർക്ക് ഫിനാനിൻ്റെ കാര്യങ്ങൾ വന്നിട്ട് വൈപ്പർ നൽകിയിട്ടുണ്ട്. അത് കൂടാതെ നമുക്ക് ടെയിൽ ലാമ്പ് ഒരു 3D എഫക്റ്റിലുള്ള ടെയിൽ ലാമ്പാണ്. അത് കണക്ട് ചെയ്യുന്ന കംപ്ലീറ്റ് ഫുൾ ലെങ്ത്തിൽ നമുക്ക് കണക്ഷനും വന്നിട്ടുണ്ട്.
കൊടുത്തിട്ടുണ്ട് LED ഒരു ലൈറ്റിൻ്റെ. ബമ്പർ ഡിസൈൻ ഞാൻ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ട് ബമ്പർ ഡിസൈൻ വന്നിട്ടുണ്ട്. ടിഗ്വാൻ്റെ ഒരു ബാജിങ് 4Motion 4 വീൽ ഡ്രൈവ് ആ ഒരു ബാജിങ്ങും നൽകുന്നത്. സോ ഓവറോൾ ഡിസൈൻ വൈസ് നോക്കുമ്പോൾ ദേ ഹാവ് കെപ്റ്റ് ദാറ്റ് ആ ഒരു ടിഗ്വാൻ എന്ന് പറയുന്ന ആ ഒരു വാഹനത്തിൻ്റെ ആ ഒരു ഭംഗി ഈ വാഹനത്തിൽ നിലനിർത്തിയിട്ടുണ്ട്. പക്ഷേ മോഡേൺ ആസ്പെക്ട്സ് എല്ലാം നൽകിയിട്ടാണ് പുതിയ ടിഗ്വാൻ്റെ ആ ഒരു ഡിസൈൻ ലാംഗ്വേജ് വന്നിരിക്കുന്നത്. ടിഗ്വാൻ R-Line. ടിഗ്വാൻ R-Lineൻ്റെ ഇൻറ്റീരിയർ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടലി ഡിഫറെൻറ്റ്. ഞാൻ പറയുന്ന പോലെ പഴയ ജനറേഷൻ ടിഗ്വാനായിട്ട് നോക്കിയാൽ പോലും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. സ്ക്രീൻ ഇറ്റ് സെൽഫ് നമ്മൾ സെൻട്രലിൽ കാണുന്ന ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം 15-inch ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നോക്കിയാൽ ഏകദേശം 10.25 ഇഞ്ചിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഉണ്ട്. സോ ഒരു കംപ്ലീറ്റ് ഡിഫറെൻറ്റ് ന്യൂ ജനറേഷൻ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ പോലെ തന്നെ തോന്നും. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ കാണുന്ന ഈ ഒരു ടെക്സ്ചർ രാത്രി ഭയങ്കര ഭംഗിയാണ്. രാത്രി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ആംബിയൻ ലൈറ്റിംഗ് എല്ലാം വളരെ ഭംഗിയായിട്ട് വേണ്ടി ഇവിടെ ഒരു R-Lineൻ്റെ R ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. സോ ദാറ്റ് ഗിവ്സ് എ വെരി ഗുഡ് ഇംപ്രഷൻ. അതുപോലെ തന്നെ സീറ്റിലാണെങ്കിലും നിങ്ങൾക്ക് R എന്നുള്ള ബാഡ്ജിങ് കാണാം. അതുപോലെ സീറ്റാണെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു സ്പോട്ടിയ വേർഷൻ സീറ്റാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നമുക്ക് അൽക്കൻറ്ററ ലെതർ കാണാം. സെൻറ്ററിൽ നമുക്ക് കിട്ടുന്നത് ഒരു ഫാബ്രിക് തന്നെയാണ്. ഈ ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് തൈ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ആ ഒരു എക്സ്റ്റൻഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. സ്റ്റിയറിംഗ് ഫീൽസ് വെരി സ്പോട്ടി, വളരെ സ്പോട്ടി ആയിട്ട് നല്ല സൈസിലുള്ള സ്റ്റിയറിംഗ് ആണ് വന്നിരിക്കുന്നത്. ലെതർ റാപ്പ് സ്റ്റിയറിംഗ് വന്നിട്ടുണ്ട്. ഇതിനകത്തും R-Lineൻ്റെ ബാഡ്ജിങ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഗിയർ ഷിഫ്റ്റിംഗ് വന്നിരിക്കുന്നത് റോട്ടറി അല്ല, ഈ ഒരു ഭാഗത്താണ് നമുക്ക് റൈറ്റ് സൈഡിൽ നോബായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഗിയർ ഷിഫ്റ്റിംഗ് നോബ്സ് എല്ലാം. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് മൊബൈൽ വെക്കാനായിട്ട് 2 സ്പേസ് കൊടുത്തിട്ടുണ്ട്. ചാർജേഴ്സായിട്ട് നോർമലി നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. എഞ്ചിൻ സ്റ്റാർട്ട് ബട്ടൺ ഈ ഒരു ഭാഗത്ത് നൽകിയിരുന്നു. പാർക്കിംഗ് ബ്രേക്ക്, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് നൽകിയിട്ടുണ്ട്. സോ ഈ ഒരു ഭാഗത്തും ആ ഒരു ആംബിയൻ ലൈറ്റിങ്ങിൻ്റെ ടെക്സ്ചർ നൽകിയിട്ടുണ്ട്. സോ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് സെൻറ്റർ കൺസോളിൽ കൊടുത്തിരിക്കുന്നത്. ഒത്തിരി ഭാഗത്ത് സെൻറ്റർ കൺസോൾ നമുക്ക് പിയാനോ ബ്ലാക്ക് കിട്ടുന്നുണ്ട്. സീറ്റ്സ് ആർ വെരി വെരി കംഫർട്ടബിൾ. ഒരു ഫുൾ ലെങ്ത്തിനുള്ള ഒരു സൺറൂഫ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് AC ആണെങ്കിലും ഒരു 3 സോൺ ക്ലൈമറ്റ് കൺട്രോളാണ് ലഭിക്കുന്നത്. ഫ്രണ്ടിൽ 2 ഡിഫറെൻറ്റ് സോണും മൂന്നാമത്തെ ഒരു സോണായിട്ട് നമുക്ക് ബാക്കിലും ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു ഹെഡ് അപ്പ് ഡിസ്പ്ലേയും നമുക്ക് ലഭിക്കുന്നുണ്ട്. സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. 5 സ്റ്റാർ റേറ്റിംഗ്, യൂറോ NCAPൽ 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. ഫോക്സ്വാഗൻ്റെ വാഹനങ്ങൾ എപ്പോഴും സേഫ്റ്റിയുടെ കാര്യത്തിൽ മുൻപന്തിയിൽ തന്നെയാണ്. അതിനുശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 9 എയർ ബാഗ്സ് ഇതിനകത്ത് ഇപ്പോൾ വരുന്നുണ്ട്. അത് കൂടാതെ TPMS 4 വീൽസും ഇതിൽ വരുന്നത് നമുക്ക് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. ഇത് കൂടാതെ അഡാസിൻ്റെ ലെവൽ 2 അഡാസ് ഫീച്ചേഴ്സ് വരുന്നത്. ഏകദേശം 21 ഡിഫറെൻറ്റ് അഡാസ് ഫീച്ചേഴ്സ് നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. സോ ഓവറോൾ നോക്കുമ്പോൾ സേഫ്റ്റിക്കും ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഇപ്പോൾ ടിഗ്വാൻ R-Line ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നത്. R-Lineൻ്റെ ബാക്ക് സീറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്പേസിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സ്പേസാണ്. സ്പേഷ്യസ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ആ ഒരു സീറ്റിംഗ് അല്ലെങ്കിൽ സീറ്റിംഗ് പൊസിഷൻ, സീറ്റിൻ്റെ ഷേപ്പ് എല്ലാം ഇറ്റ്സ് റിയലി ഗുഡ്. അതുപോലെ തന്നെയാണ് സൺറൂഫ് വന്നിരിക്കുന്നത്. ഫുൾ ലെങ്ത് സൺറൂഫ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് കൂടാതെ ഞാൻ പറഞ്ഞ പോലെ 3 സോൺ AC ആണ്. ഫ്രണ്ടിൽ 2ഉം ബാക്കിൽ ഒരു സോണും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ബാക്കിൽ എയർ വെൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ C-type ചാർജിങ് പോയിൻറ്റ്സ് നൽകിയിട്ടുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ 3-pointed നമുക്ക് സീറ്റ് ബെൽറ്റും ഈ ഒരു ഭാഗത്ത് ലഭിക്കുന്നുണ്ട്. സ്പേസ് ആണ് എടുത്തു പറയേണ്ടത്. സ്പേഷ്യസ് ആണ് നോ ഡൗട്ട്. ഈ ഒരു വാഹനത്തിൻ്റെ ബാക്ക് സീറ്റിൽ ഡെഫിനറ്റായിട്ടും ഒരു വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് കൊടുത്തത്. ഇവിടെ ഒരു ഹുക്ക് വേണമെങ്കിലും നമുക്ക് എന്തെങ്കിലും ഹാങ് ചെയ്ത് കിട്ടാനുള്ളൊരു ഹുക്ക് 2 സൈഡിലും നൽകിയിട്ടുണ്ട്. സോ വേറെ കുഴപ്പങ്ങളൊന്നും ഞാൻ എൻ്റെ ബാക്ക് സീറ്റിൽ കാണുന്നില്ല. ഫ്രണ്ടിലെ സീറ്റ് പറഞ്ഞ പോലെ തന്നെ ഒരു അൽക്കൻറ്ററ ലെതറും അതുപോലെ തന്നെ ഒരു ഫാബ്രിക് കോമ്പിനേഷനിലാണ് നമുക്ക് ബാക്കിലെ സീറ്റ്സും വരുന്നത്. സോ ഇത് കൂടാതെ നമുക്കിപ്പോൾ ഒരു ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. ഹാൻഡ് റെസ്റ്റ് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിനകത്ത് ഇപ്പോൾ വരുന്ന ഈ ഒരു കപ്പ് ഹോൾഡേഴ്സ് നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കപ്പ് ഹോൾഡർ സെറ്റപ്പ് കാണുന്നത്. എന്താണെങ്കിലും അതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോൺ വയ്ക്കുകയോ കാര്യങ്ങളോ എല്ലാം ചെയ്യാം. അത് കൂടാതെ നമുക്ക് പ്രസ് ചെയ്ത് താഴോട്ട് വിടാൻ പറ്റുന്നൊരു കപ്പ് ഹോൾഡർ ബേസും കൂടി ഇതിനകത്തുണ്ട്. സോ ഹാൻഡ് റെസ്റ്റും നൽകിയിട്ടുണ്ട്. ടിഗ്വാൻ R-Lineൽ വരുന്ന എഞ്ചിനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. എഞ്ചിൻ വരുന്നത് 2 ലിറ്റർ TSI പെട്രോൾ എഞ്ചിനാണ്. ഈ ഒരു എഞ്ചിൻ്റെ കൂടെ ഒരു 7 സ്പീഡ് DSG ട്രാൻസ്മിഷനും കൂടി വരുന്നുണ്ട്. ഈ വാഹനം അല്ലെങ്കിൽ ഈ ഒരു എഞ്ചിൻ നൽകുന്ന പവർ എന്ന് പറയുന്നത് 204 PS പവറും 320 Nm ടോർക്കുമാണ്. സോ ഇതിനകത്ത് ഒരുപാട് DCC Pro അതുപോലെ തന്നെ അഡാപ്റ്റീവ് ഷാസെ കൺട്രോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സോ ഇതിൻ്റെ ഡ്രൈവിലേക്ക് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇതിൻ്റെ ഡ്രൈവ് ഉടനെ തന്നെ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നതാണ്. സോ ഇതാണ് ടിഗ്വാൻ R-Line, ഏറ്റവും പുതിയ ടിഗ്വാൻ R-Lineൻ്റെ ഒരു ജസ്റ്റ് ഒരു വാക്ക് അറൗണ്ട് ഡ്രൈവ് വീഡിയോ വിൽ കം സൂൺ ഫോർ യു. സോ ടിഗ്വാൻ R-Line, ഏറ്റവും പുതിയ ടിഗ്വാൻ R-Lineൻ്റെ ഡ്രൈവിലാണ് ഞാനിപ്പോൾ. ഈ ഡ്രൈവിൽ എനിക്ക് കംപ്ലീറ്റ് ഒപ്പീനിയൻ പറയാനുള്ള അനുവാദമുണ്ട്. കാരണം നേരത്തെ ഉണ്ടായത് നമ്മുടെ ഡ്രൈവിൽ ഒപ്പീനിയൻ പറയരുതെന്നായിരുന്നു. ഇറ്റ് വാസ് അണ്ടർ എംബാഗോ. എന്താണെങ്കിലും ഇതിനകത്തൊരു ഒപ്പീനിയൻ പറയാം എന്നുള്ളതാണ്. സോ ഡ്രൈവ് വൈസ്
പുതിയ ടിഗ്വാൻ R-Line ഇസ് റിയലി ഗുഡ്. ആ ഒരു സ്റ്റെബിലിറ്റി, ആ ഒരു കോൺഫിഡൻസ് എല്ലാം നന്നായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഹോൾ ഡ്രൈവിൽ. ബിക്കോസ് ഞാൻ ഈ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തത് ജയ്പൂരിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് തന്നെ ആക്ച്വലി ഓഫ് റോഡ് പോയിട്ടാണ്. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ മറ്റേ മലയും കുന്നൊന്നും അല്ല, ബട്ട് കംപ്ലീറ്റ് ഡ്യൂൺസിലൂടെ ആയിരുന്നു. ആ ഡ്യൂൺസിൽ ഈ വാഹനം തന്നൊരു റെസ്പോൺസ് എന്ന് പറയുന്നത് ദാറ്റ് വാസ് റിയലി ഗുഡ്. DCCയുടെ ഹെൽപ്പ്, അതിനകത്ത് ഡൈനമിക് ഷാസെ കൺട്രോൾ ഉണ്ട്. അത് ആ ഒരു DCC ഉള്ളതുകൊണ്ട് തന്നെ DCCയുടെ പ്രോ ആണ് ഇതിനകത്ത് വന്നിരിക്കുന്ന ഫീച്ചർ. സോ അതുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഏത് മോഡിലിട്ട് ഡ്രൈവ് ചെയ്താലും ആ ക്യാരക്ടറിനെ അഡാപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ബെറ്റർ സ്റ്റെബിലിറ്റി, ബെറ്റർ പെർഫോമൻസ് എല്ലാം നമുക്ക് തരും. അതുപോലെ തന്നെ ബ്രേക്കിംഗ്, അതിൻ്റെ എല്ലാം കൺട്രോള് നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയി. ഡ്യൂൺസിലൂടെയൊക്കെ പോയപ്പോഴാണെങ്കിലും വളരെ കൺട്രോൾ ചെയ്ത് നല്ല രീതിയിൽ തന്നെയാണ് റെസ്പോൺസ് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ എഞ്ചിനാണ് മറ്റൊരു കാര്യം. 2 ലിറ്റർ TSI ആണ് ഇതിനകത്ത് എഞ്ചിൻ വരുന്നത്. 4 മോഷൻ ഇതിനകത്തുണ്ട്. നമുക്ക് ഓൾ വീൽ ഡ്രൈവ് വേർഷനാണ് ഇത് വരുന്നത്. ഇതിനകത്ത് വരുന്നുണ്ട്. ടിഗ്വാനകത്ത് R-Lineൽ ഡെഫിനറ്റ്ലി വരുമല്ലോ. എന്താണെങ്കിലും R-Lineൽ അത് വരുന്നുണ്ട്. സോ അതിൻ്റെ എഞ്ചിൻ റെസ്പോൺസ്, എഞ്ചിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്, അതുപോലെ അതിൻ്റെ റിഫൈൻമെൻറ്റ് എല്ലാം സൂപ്പറായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത് 7 സ്പീഡ് DSG ഗിയർ ബോക്സുമാണ്. ട്രാൻസ്മിഷൻ വന്നിരിക്കുന്നത് 7 സ്പീഡ് DSG ആണ്. ആ ഒരു വളരെ നല്ല ഒരു ക്വിക്ക് റെസ്പോൺസ്, ക്വിക്ക് ഷിഫ്റ്റിംഗ് ആൻഡ് നമ്മൾ ആക്സിലറേഷനൊക്കെ കൊടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു റെസ്പോൺസ്, ഗിയർ ഷിഫ്റ്റിംഗ് എല്ലാം വളരെ ഭംഗിയായിട്ട്, വളരെ പ്രിസൈസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഓവറോൾ ഡ്രൈവിങ്ങിനെ ഒത്തിരി അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈവൻ ദ സസ്പെൻഷൻ നമുക്കൊരു സ്റ്റിഫർ സൈഡിലാണ്. നമുക്ക് ചെറിയ ആ ഒരു റോഡിലെ കട്ട്സോ അല്ലെങ്കിൽ കുഴിയിലേക്ക് വീഴുമ്പോൾ ഒരു സ്റ്റിഫർ ഫീൽ വന്നാലും ഓൺ എ ഹൈവേ ഇറ്റ് ഈസ് വെരി വെരി കംഫർട്ടബിൾ. അതുപോലെ തന്നെ സ്പേസിൻ്റെ കാര്യത്തിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒത്തിരി നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യം നമ്മുടെ കൂടെ ഇരിക്കുന്ന ആൾക്കാരുടെ ഒരു കംഫർട്ടും കൂടിയാണ്. ഡ്രൈവ് ചെയ്യുമ്പം സ്പേസിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും വന്നിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഈ എഞ്ചിൻ 2 ലിറ്റർ TSI തരുന്നൊരു പവർ എന്ന് പറഞ്ഞാൽ 204 PS, അതുപോലെ തന്നെ 320 Nm ടോക്കും. ദാറ്റ് ഈസ് ഇന്നഫ് ആൻഡ് മോർ ഫോർ ദിസ് കാർ എന്ന് എനിക്ക് തോന്നുന്നു. നല്ല രീതിയിലുള്ള പവർ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ സ്പോർട്ട് മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ റെസ്പോൺസ്, സോ ഇറ്റ്സ് ഗുഡ് റെസ്പോൺസ്, വെരി ഗുഡ് റെസ്പോൺസ്. അതുപോലെ ഡിഫറെൻറ്റ് ഡ്രൈവ് മോഡ്സ് ഉണ്ട്. ഈക്കോ, കംഫർട്ട്, സ്പോർട്ടിൽ. നമ്മൾ ഈക്കോയിലും കംഫർട്ടിലും ഇടുമ്പോഴും അങ്ങനെ ഒരു പവർ ഇല്ല എന്നുള്ളൊരു ഫീലില്ല. പക്ഷേ സ്പോർട്ട് മോഡിലിടുമ്പോൾ ആ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു എനർജി പെട്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യും. അതാണ് അതിൻ്റെ ഒരു ഡ്രൈവ് മോഡ്സ്. ശരിക്കും നല്ല വ്യത്യാസം നമുക്ക് ഡ്രൈവ് മോഡ്സിൽ മനസ്സിലാവും. അതുപോലെ തന്നെ ഈ ഒരു ബാക്കി ടെറൈൻ മോഡ്സ് ഇടുമ്പോഴാണെങ്കിലും സസ്പെൻഷനിലും സ്റ്റിയറിംഗിലും എല്ലാം നമുക്ക് ആ ഒരു ഡിഫറൻസ് നമുക്ക് ഓവറോൾ മനസ്സിലാവുന്നുണ്ട്. സോ ഓവറോൾ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. നല്ല രീതിയിലുള്ള ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് ഈ വാഹനം ഈ ഒരു ലാപ്പിൽ, നമ്മുടെ ഈ ഒരു ടിഗ്വാൻ R-Lineൻ്റെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസിൽ എനിക്ക് ഫീൽ ചെയ്തത്. ഈ വാഹനത്തിൻ്റെ ഒരു സേഫ്റ്റിയുടെ ആസ്പെക്ട് നോക്കിക്കഴിഞ്ഞാൽ 5 സ്റ്റാർ റേറ്റിംഗ്, യൂറോ NCAPൽ 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. അതുപോലെ തന്നെ 9 എയർ ബാഗ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട്. സ്റ്റാൻഡേർഡായിട്ട് പറയാനായിട്ട് നമുക്ക് ഒരു വേരിയൻറ്റേ വരുന്നുള്ളൂ. നോർമൽ വേരിയൻറ്റ് നമുക്ക് ഇന്ത്യയിലേക്ക് വരുന്നില്ല. R-Line മാത്രമാണ് നമുക്ക് ഇന്ത്യയിലേക്ക് വരുന്നത്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു ബാക്കി അഡാസിൻ്റെ കാര്യങ്ങളല്ല, ഒരു ലെവൽ 2 അഡാസ് ഇതിനകത്ത് വരുന്നുണ്ട്. 21 ഡിഫറെൻറ്റ് ഫീച്ചേഴ്സുള്ള അഡാസ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഞാൻ ഈ ഒരു ഹൈവേയിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ലെയിൻ കീപ്പ് അസിസ്റ്റ് ഞാനൊന്ന് ട്രൈ ചെയ്തു. ലെയിൻ കീപ്പ് അസിസ്റ്റിൽ ആക്ച്വലി ചെറിയൊരു നോർമൽ കേസിൽ നമ്മൾ പോകുമ്പോൾ ഒരു ഇങ്ങോട്ട് നമ്മളങ്ങനെ സൈഡിലേക്ക് പോകുകയാണെങ്കിൽ നമ്മളൊന്ന് കറക്റ്റ് ചെയ്യാനാണ്. പക്ഷേ ഇത് ഭയങ്കര ഹാർഡായിട്ട് നമ്മളെ കറക്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതൊരു വളരെ പ്ലസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഒരു രീതിയിലും നമ്മൾ പുറത്തേക്ക് പോകരുത്, അതിനു വേണ്ടി തന്നെ. സോ നല്ല സെൻസിറ്റീവാണ്, നല്ല കറക്ഷൻസ് എല്ലാം ഭയങ്കര ക്ലിയർ ആയിട്ട്, ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ നന്നായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ സേഫ്റ്റി ഫീച്ചേഴ്സ് ബാക്കിലാണെങ്കിലും നമുക്ക് 3-pointed സീറ്റ് ബെൽറ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ TPMS അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ ദർ ഇസ് നോ പ്രോബ്ലം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു എൻഡ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ വില. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വില എനിക്കറിയില്ല. വില ആക്ച്വലി നമുക്ക് അനൗൺസ് ചെയ്യും. നിങ്ങളിത് കാണുന്ന സമയത്ത് അനൗൺസ് ചെയ്യും. നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ ആ വില കൊടുത്തേക്കാം. പക്ഷേ ഇതിനകത്ത് ഇതൊരു CBU മോഡലാണ്. CBU മോഡൽ ആയതുകൊണ്ട് തന്നെ ഒരു പക്ഷേ വില ഒരു അല്പം കൂടി നിൽക്കാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ക്വാളിറ്റി, ഫോക്സ്വാഗണിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എല്ലാ രീതിയിലുള്ള ക്വാളിറ്റിയും അതിൻ്റെ സേഫ്റ്റിയും എല്ലാം ഇതിനകത്തുണ്ട്. ഒരുപാട് ആളുകൾ ചോദിക്കാൻ പോകുന്ന ഒരു കാര്യം, ടിഗ്വാൻ R-Lineൻ്റെ ഡ്രൈവിന് പോയി എന്ന് പറയുമ്പം ഡെഫിനറ്റ്ലി ചോദിക്കാൻ പോകുന്ന ഒരു കാര്യം എത്ര മൈലേജ് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെയായിരിക്കും. എന്താണെങ്കിലും എനിക്ക് ഈ ഒരു ഹൈവേ ഡ്രൈവ്, ഓഫ് റോഡ് എല്ലാം ചെയ്തിട്ട്
എല്ലാം ഞാൻ ഒരു 120 അതിൻ്റെ മുകളിലേക്കൊക്കെ ചില സമയത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ RTO പിടിച്ചിട്ട് പോകും. പക്ഷെ എന്താണെങ്കിലും 120 മെയിൻറ്റെയിൻ ചെയ്ത് പോയി, ഓഫ് റോഡ് പോയി, നല്ല രീതിയിൽ സ്പോർട്ട് മോഡൊക്കെ ഇട്ടാണ് ഓടിച്ചത്. എന്താണെങ്കിലും എനിക്ക് അങ്ങനെ ഓടിച്ചിട്ട് തന്നെ എനിക്കൊരു 9 km/ലിറ്റർ നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. സോ ഒരു നോർമൽ ഡ്രൈവിലാണെങ്കിൽ ഒരു 12 വരെയൊക്കെ കിട്ടാൻ, 10 to 12 വരെ കിട്ടാനായിട്ട് ഒരു കുഴപ്പവും ഉണ്ടാവാൻ സാധ്യതയില്ല. Step out when I come around, try to get back, it's that. Know that she into all of that when I come around me, yeah, what get that.